തൂക്കുപാലത്തിന്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം. പുനലൂർ തൂക്കുപാലം പണിഞ്ഞിരിക്കുന്നത് ഇതേ സെയിം മരം കൊണ്ടാണ്, കമ്പം. നമ്മൾ ആനയെ കെട്ടുന്ന ഭാഗത്തേക്ക് വന്നു. ആനക്കൂട് എന്ന് പറയാൻ പറഞ്ഞ് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കും. ഡാൻസ് ഒക്കെ പ്രിയദർശിനി ഇവിടുത്തെ ഇത് ഇപ്പോൾ നമ്മുടെ കൊച്ചയ്യപ്പൻ ഇവനാണ് ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ 2 വയസ്സുള്ള ആൺകുട്ടിയാണ്. അങ്ങനെ തലയൊറിയുന്നുണ്ട് അവന്. ഈ ആയുധങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തും വേണ്ടി ഈ കാണുന്നതാണ് നമ്മുടെ ഏഷ്യൻ ആനയുടെ യഥാർത്ഥ അസ്ഥികൂടം. ഹലോ ചങ്ങായി വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഷോവിൻ സ്റ്റാറുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഫാമിലി ആയിട്ട് കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഒരു ഓഫ് കിട്ടിയപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കോന്നി ആനക്കൂട് കാണാനായിട്ട്. ഫാമിലി ആയിട്ടാണ്. ഷോണൂട്ടനുണ്ട്, മമ്മയുണ്ട്, ഞാനുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് വരുന്നത്. പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് വരുന്നതും കാണുന്നതും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഷോൺ കളിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടില്ല. ഇപ്പോൾ കാഴ്ചകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും കൂടെ കൂടുമല്ലേ? അപ്പോൾ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ ഏതായാലും കോന്നി എക്കോ ടൂറിസത്തിന്റെ കീഴിലുള്ള കോന്നി ആനക്കൂട്ടിലേക്ക് കയറുകയാണ് കേട്ടോ. പലപ്പോഴും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനു മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിലും കയറാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നാണ് അറിവ്. ഏതായാലും കയറി നോക്കാം. ചങ്ങായിമാരെ, ഈ എൻട്രൻസിൽ നിന്ന് അകത്തോട്ട് കയറി ഇടത്തേക്ക് പോകുന്നിടത്ത് ആവശ്യത്തിന് പാർക്കിംഗ് സ്ഥലമൊക്കെ ഉണ്ട്. 4 വീലറിനും 2 വീലറിനും ഒക്കെ. ടിക്കറ്റിന്റെ കൂടെ അതിന്റെ ചാർജ് അവർ ഈടാക്കുമെങ്കിലും അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഈ കാണുന്നത് ടിക്കറ്റ് റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതുവരെ കയറി കാണാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഏതായാലും അകത്തേക്ക് കയറി കാണാം ഓരോ കാഴ്ചകളും. അപ്പൊ നമ്മൾ ഈ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഈ ഒരു കൂടാകട്ടോ. ഇതാണ് ശരിക്കും പറഞ്ഞ യഥാർത്ഥ ആനക്കൂട്. വാരിക്കുഴി വീണ് പിടിക്കുന്ന ആനകളെ ചട്ടം പഠിപ്പിക്കുന്ന ചട്ടക്കൂടാണ് ഇത് കേട്ടോ. ഇത് നിർമ്മിച്ചേക്കുന്നത് കമ്പകം എന്ന് പറഞ്ഞൊരു മരം കൊണ്ടാണ്. നിങ്ങൾ പുനലൂർ തൂക്കുപാലത്തിന്റെ നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ആ പുനലൂർ തൂക്കുപാലവും നിർമ്മിച്ചേക്കുന്നത് കമ്പകം എന്നുള്ള മരം കൊണ്ടായിരുന്നു. ഇത് ഭയങ്കര ഈടുള്ള മരമാണ് കേട്ടോ. ആനപിടുത്തമൊക്കെ നിയമപരമായിട്ട് ഇപ്പൊ നിരോധിച്ചേക്കുന്നത് കൊണ്ട് ഈ കൂട് കാലിയായിട്ട് കിടക്കുകയാണ്. അല്ലെങ്കിൽ 2, 4, 6 ആനകളെ ഒരേ സമയം ചട്ടം പഠിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു കൂടാണ് ഇത്. ഏതായാലും ആനക്കൂടൊക്കെ കണ്ടു. ഇനി മുമ്പോട്ട് നീങ്ങുമ്പോൾ അടുത്തായിട്ടുള്ള കുട്ടികൾക്കുള്ള പാർക്കാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പാർക്ക് തന്നെയാണ്. നമ്മളിപ്പോ ഇവിടെ വന്ന് കണ്ടതിൽ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. ഇവിടെ വൃത്തിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. അതിന് കോന്നി എക്കോ ടൂറിസത്തിന്റെ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും ഒരു ബിഗ് സല്യൂട്ട്. അപ്പം അമ്മയും മോനും ഇവിടെ ഫോട്ടോഗ്രാഫിയുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഔട്ടായെന്ന് തോന്നുന്നു. ആദ്യം തന്നെ ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കൊട്ടവഞ്ചി കമത്തി വെച്ചേക്കുന്ന പോലെ ഇരിക്കാനുള്ള സെറ്റപ്പും അതുപോലെ ദേ ഈ കാണുന്ന പുല്ല് വെട്ടിയേക്കുന്നുണ്ടോ കോന്നി എക്കോ ടൂറിസം എന്നുള്ളതിന്റെ ഷേപ്പിൽ ഇതുമെല്ലാം. ഏതായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. പുല്ലിനിടയ്ക്കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് നടന്നൊക്കെ നോക്കി. ഷോണൂട്ടാൻ നല്ല ത്രില്ലാണ് കേട്ടോ. പിന്നെ ഭയങ്കര പ്രതീക്ഷയോടെ കയറാൻ വന്നതാണ് ഈ റൈഡുകളിലൊക്കെ, ഭയങ്കര ധൈര്യത്തോടെ. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ചെറിയൊരു പേടിയുണ്ട്. തന്നെത്താൻ ആടിക്കോളാന്ന് പറഞ്ഞു അമ്മയെ പറഞ്ഞു വിട്ടിട്ട് തന്നെത്താൻ ആടുന്നുണ്ടോ. തൊട്ടോ ആനെ തൊട്ടോ തൊട്ടോ വേണമെങ്കിൽ കൊക്കിനെ. നമ്മൾ ഏതായാലും കോന്നി ആനക്കൂടിനകത്തോട് ഇങ്ങനെ നടക്കുമ്പോഴേ ഇതുപോലത്തെ കുറേ സൈൻ ബോർഡുകൾ കാണാം കേട്ടോ. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സൈൻ ബോർഡ്സ് ആണ്. ഈ കോന്നി ആനക്കൂടിന്റെ ചരിത്രവും ഇതിന്റെ ആന പരിപാലനത്തിന്റെ ചരിത്രവും ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എനിക്ക് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി. ഇത് മാത്രമല്ല, സന്ദർശകർക്കായിട്ടുള്ള വാർണിംഗ് ബോർഡ്സും ഇവിടെ വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യണം ചെയ്യരുതെന്നുള്ളതിന്റെ. ഏതായാലും നമ്മൾ ഇനിയും പോകുന്നത് ഇവിടുത്തെ മെയിൻ ഭാഗം എന്ന് പറയാവുന്ന ആനയെ കെട്ടുന്ന സ്ഥലത്തേക്കാണ്. ആനകളെ കാണാൻ പോവാണ്. ഇവിടെ ഓരോ ആനയുടെ അടുത്ത് ഇതുപോലൊരു ബോർഡുണ്ട്. അതിൽ അവരുടെ പേര്, വയസ്സ്, എവിടുന്നാണ് ഇതിനെ കിട്ടിയതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് കൃഷ്ണയാണ്. 11 വയസ്സുള്ള കൊമ്പനാണ്. ആളിച്ചിരി കുറുമ്പനാണെന്ന് തോന്നുന്നു. ആള് ആഹാരമൊക്കെ കഴിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലാണ് നമ്മുടെ പിടിയാനയെല്ലാം കെട്ടിയേക്കുന്നത്. ഈവ, മീന, പ്രിയദർശിനി 3 പേരാണ് ഇവിടെ ഉള്ളത്. അതിന്റെ ഓപ്പോസിറ്റിലായിട്ടാണ് നമ്മുടെ കൊമ്പന്മാരെ കെട്ടിയേക്കുന്നത്. ഇവിടെ 2 കൊമ്പന്മാരാണ് നമ്മളിപ്പോൾ കണ്ടത്. മൊത്തത്തിൽ 5 വലിയ ആനയും നമ്മുടെ ഒരു കൊച്ചയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാനയുമാണ് ഉള്ളത്. പാപ്പം കൊടുക്കുന്നുണ്ടോ ആനയ്ക്ക്? പോച്ച കൊടുക്കുക ആനയ്ക്ക്. അങ്ങനെ നമ്മുടെ ഈവയും തുടങ്ങിയിട്ടുണ്ട് ഡാൻസ്. ഈവയും കൃഷ്ണയും കൂടെ നാട്ടുകാരെ കാണിക്കാനായിട്ട് ഡ്യുവറ്റ് അടിക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ നീലകണ്ഠൻ ഒരു സംശയം. തല ചൊറിഞ്ഞ് ആലോചിക്കുകയാണ് ഇവരെന്താ കാണിക്കുന്നതെന്ന് കേട്ടോ.
ഇവരുടെ കുറുമ്പും കുസൃതിയും ഒക്കെ കണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ താണ്ടാ ഈ ഒരു കൂട് കണ്ടത്. ഇവനാണ് കൊച്ചയ്യപ്പൻ, ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ 2 വയസ്സുള്ള ആനക്കുട്ടിയാണ്. ഇത്രയും കറമ്പന്മാരായിട്ടുള്ള കുസൃതിക്കുട്ടന്മാരെ ഒരുമിച്ച് കാണുമ്പോഴേ നമ്മൾ അകത്ത് കയറാൻ കൊടുത്ത ടിക്കറ്റ് ചാർജ് മുതലായെന്ന് മനസ്സിലാവും. ഇപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ ആന കൊച്ചയ്യപ്പനാന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ആന ദേ ഇവളാണ് കേട്ടോ, 40 വയസ്സുള്ള പ്രിയദർശിനി. ഏതായാലും കാർട്ടൂണുകളിൽ മാത്രം കണ്ടിട്ടുള്ള കറുകറുത്ത ആനകളെ കണ്ട ഷോണൂട്ടൻ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. അവന്റെ പറച്ചിൽ കേട്ടു നോക്ക്. ആ തുമ്പിക്കൈ പോക്കി. ആ ശരി ശരി ശരി. ആഹാ, കൊമ്പനാനയാണോ? ആ കൊമ്പനാനയുടെ പേരെന്താണെന്നറിയാവോ? നമ്മൾ പാട്ട് പാടത്തിലെ കൊച്ചയ്യപ്പൻ. വിളിക്കുന്നു, ഷോണിനെ വിളിക്കും. ആനകളുടെ കൂടൊക്കെ സമയാസമയത്ത് ക്ലീൻ ചെയ്യുകയും അവർക്ക് ആഹാരമൊക്കെ കൃത്യസമയത്ത് തന്നെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ ആനപ്രേമികളെന്നൊന്നും പറയാനൊക്കത്തില്ല, എങ്കിലും ആനയെ ഇഷ്ടപ്പെടുന്നവരായിട്ട് ഞങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ കുറച്ചുകൂടെ ആനയെ സ്നേഹിക്കുന്നവർക്കും ആനപ്രാന്തന്മാർക്കും ശരിക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് ഇത്. അപ്പൊ ചങ്ങായിമാരെ, നമ്മൾ ഏതായാലും കോന്നി ആനക്കൂട്ടിലെ ആനക്കുട്ടന്മാരെയും അതുപോലെ അവരെ കെട്ടുന്ന സ്ഥലമൊക്കെ കണ്ടു. ഇനി ഏതായാലും നമ്മൾ ഇവിടുന്ന് അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട് ഗാലറിയാണ്. ആനകളെ കുറിച്ചുള്ള കുറേ ആർട്ടുകളും അതുപോലെ തന്നെ പുസ്തകങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു ആർട്ട് ഗാലറിയാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അതൊന്നും ചെയ്യത്തില്ല. ഇവിടെ ആർട്ട് ഗാലറിക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പാദരക്ഷകളൊക്കെ പുറത്തിട്ടിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഈ കഥവെ തന്നെ ആർട്ട് വർക്ക്സ് എന്തൊക്കെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്, അതിൻ്റെ തീം എന്താണ്, ആരാണ് ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾക്ക് പല ഭാഷകളിലായിട്ട് ആനകളെ മെയിൻ തീമാക്കി ഇറക്കിയ സിനിമകളുടെ പോസ്റ്ററുകളൊക്കെ കാണാൻ കഴിയും. തൊട്ടപ്പുറത്തായിട്ട് തന്നെ ആനകളെ കുറിച്ച് എഴുതിയിരിക്കുന്ന പല ഭാഷകളിലുള്ള ബുക്കുകളുടെയൊക്കെ ലിസ്റ്റ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് മൊത്തം. ഇനി അകത്തേക്ക് കയറി നോക്കാം നമുക്ക്. ചങ്ങായിമാരെ, ദേ ഈ കാണുന്ന എല്ലാ ആർട്ട് വർക്കിനെ കുറിച്ചും ആർട്ടിസ്റ്റുകളെ കുറിച്ചും അതിന്റെ പുറകിലെ കോൺസെപ്റ്റുകളെ കുറിച്ചൊക്കെ നമുക്ക് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഏതായാലും പല കലാകാരന്മാരും പലയിടത്തിരുന്ന് ആനകളെ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്ത പല പല വർക്കുകളാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഒരു മലയാളികളുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള മിക്ക ഉത്സവങ്ങളിലും ഒരു പ്രധാന ഘടകമായിട്ടുള്ള ആന എഴുന്നള്ളിപ്പിന് ആവശ്യമുള്ള നെറ്റിപ്പട്ടവും ബെഞ്ചാമരവും മുത്തുക്കുടയും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ലാതെ ഒരുപാട് ആർട്ട് വർക്കും ഭാരതീയ സംസ്കാരത്തിൽ ആനയ്ക്കുള്ള പ്രാധാന്യവും ഒക്കെ വർണ്ണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽസ് അവിടെ ഇരിക്കുന്ന ഗൈഡിനോട് ചോദിച്ചാൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഏകദേശം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇവിടെ ഓരോ ഭാഗത്തിനും ഓരോ പേരുകളാണ് കൊടുത്തേക്കുന്നത്. ഈ ഭാഗത്തിന്റെ പേര് അശോകവനം എന്നാണ്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണപ്പെടുന്ന അശോകം എന്ന് പറഞ്ഞ മരം നട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. ഈ ബോർഡ് പറയുന്നത് അശോകം എന്ന് പറയുന്ന മരം ശോകം അകറ്റാൻ കഴിവുള്ള ഒരു മരമാണെന്നാണ്. എനിക്കും തോന്നുന്നു ഇവിടെ കുറച്ചു നേരം ഇരുന്നാൽ മനസ്സൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവും. ഈ കാണുന്നത് ആനയൂട്ടെന്നുള്ള ബോർഡ് വെച്ച് ആനയ്ക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥലമാണെന്നാണ് എൻ്റെ ഒരു ഊഹം. അടുത്തതായിട്ട് നമ്മൾ വന്നേക്കുന്ന സ്ഥലത്തിന്റെ പേര് തുളസീവനം എന്നാണ്. ഈ പേര് പറയുന്നത് പോലെ തന്നെ പല വെറൈറ്റിയിലുള്ള തുളസികളാണ് ഇവിടെ നട്ടിരിക്കുന്നത്. കൃഷ്ണ തുളസി, രാമ തുളസി, മിന്റ് തുളസി, അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് തുളസി ഇനങ്ങളെ ഇവിടെ വന്ന് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളും ഇതിൽ ഏതെങ്കിലും തുളസി ഇനത്തിന്റെ പേര് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ. സത്യം പറഞ്ഞാൽ മച്ചന്മാരെ, എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത് ഇവിടെ ഒരു ടൂറിസം സെന്റർ അല്ല, ഇതൊരു നോളജ് സെന്റർ ആണ്. ഒരുപാട് നോളജ് നേടാൻ പറ്റിയ ഒരു സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് ഈ കോന്നി ആനക്കൂട്. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യുന്നതെങ്കിലും എനിക്ക് മനസ്സിലൊരു കുറ്റബോധമുണ്ട് കേട്ടോ, നമ്മുടെ ഈ ഒരു യാത്ര ഇത്രയും താമസിച്ചു പോയത്. ഏതായാലും നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ 3D തിയേറ്റർ ആണ്. ഇനി മ്യൂസിയം കൂടെ ഉണ്ട്. ആദ്യം നമുക്ക് 3D തിയേറ്ററിലേക്ക് പോകാം. അവിടേക്ക് പോകുന്ന വഴിയിൽ ഇതേ ഇങ്ങനെ ഒരു പന്തൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെടികളൊക്കെ ആയിട്ട്. അവിടെ പണിഞ്ഞിട്ടിരുന്ന ബെഞ്ചിലിരുന്ന് ഷോണൂട്ടൻ അപ്പച്ചനോടും അമ്മച്ചിയോടും വീഡിയോ കോളിൽ വിശേഷങ്ങൾ പറയും കേട്ടോ. ഞങ്ങള് ആ ആനയുടെ പേര് നീലകണ്ഠൻ കേട്ടോ.
ഞങ്ങൾ പറഞ്ഞു കൊടുത്തു നീലകണ്ഠനെ കണ്ടെന്ന് പറയാൻ പറഞ്ഞപ്പോൾ പറയാം അല്ല കറുത്തതാണ്. അങ്ങനെ ഷോണൂട്ടൻ ആ ബെഞ്ചിൽ ഇരുന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ മമ്മയ്ക്കൊരാഗ്രഹം അവിടെ കെട്ടിയിട്ടിരുന്ന ഊഞ്ഞാലൊന്ന് ആടണമെന്ന്. മമ്മ ഊഞ്ഞാലാടുന്ന കണ്ടപ്പോൾ ഷോണൂട്ടനും ഒരാഗ്രഹം മമ്മയെ സഹായിക്കണം, ഊഞ്ഞാലാട്ടണം. ഷോണൂട്ടൻ വലുതായില്ലേ, അംഗനവാടി പോയി തുടങ്ങിയില്ലേ എന്ന് പറഞ്ഞ് മമ്മയെ ആട്ടുന്നത് കണ്ടോ. അങ്ങനെ മമ്മയെ ആട്ടി അവസാനം അവർ രണ്ടുപേരൂടെ ആടാൻ തുടങ്ങി. നമ്മൾ പുറത്ത്, നമ്മൾ ക്യാമറാമാൻ മാത്രമായിപ്പോയി കേട്ടോ. ഇതേ ചങ്ങായിമാരെ ഇവിടെ ഒരു കോൺഫറൻസ് ഹാളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കത് കോൺഫറൻസിന് വേണ്ടി റെന്റിന് എടുക്കാൻ ഒക്കുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. കോൺഫറൻസ് ഹാൾ ഉണ്ട്, ഹണി പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ചങ്ങായിമാരെ ഇതാണ് ഇവിടുത്തെ 3D തിയേറ്റർ. നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഷോ വരെ നമ്മൾ കാത്തു നിൽക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും ഒക്കെ. ഇത് അറിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. പിന്നീട് ഒരിക്കൽ വന്ന് വിസിറ്റ് ചെയ്യാം. അപ്പം ചങ്ങായിമാരെ ഇതാണ് നമ്മുടെ കോന്നി എലിഫന്റ് മ്യൂസിയത്തിൻ്റെ കവാടം എന്ന് തന്നെ പറയാം. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്നു. നമ്മുടെ നാട്ടുകാരും വിദേശികളും ഒരുപാട് പേര് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്പോട്ട് എൻ്റർടൈനിങ് മാത്രമല്ല, നല്ലൊരു എഡ്യൂക്കേഷണൽ സ്പോട്ട് കൂടിയാണ്. അപ്പം മച്ചന്മാരെ നമുക്ക് ഈ എലിഫന്റ് മ്യൂസിയത്തിനകത്തെ കുറച്ച് കാഴ്ചകളൂടെ കണ്ടിട്ട് വരാം. വിജ്ഞാനപ്രദമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അകത്തേക്ക് പോവാം. അപ്പം മച്ചന്മാരെ ഇതാണ് നമ്മുടെ മ്യൂസിയത്തിൻ്റെ അടുത്തുള്ള കാഴ്ച. ഒരു ആനയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആർട്ട് ഗാലറിയുടെ അവിടെ കണ്ടതുപോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാദരക്ഷകൾ പുറത്തിടാൻ. അപ്പോൾ നമ്മൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് അകത്തേക്ക് കയറുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് പോലെ ആർട്ട് ഗാലറിയിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ കുട്ടിക്കൊമ്പനാണ് കേട്ടോ. ഷോണൂട്ടൻ കണ്ടോ, കുട്ടിക്കൊമ്പനെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓരോ ഭാഗങ്ങളും നമ്മളെ തൊട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കണ്ടോ. തൂണുപോലുള്ള കാല്, എന്തിയെ തൂണുപോലുള്ള കാല്, മുറം പോലുള്ള ചെവി, മുറം പോലുള്ള ചെവി എന്തിയെ. അപ്പൊ കുട്ടിക്കൊമ്പന്റെ കൂടെയുള്ള നിമിഷങ്ങളൊക്കെ എൻജോയ് ചെയ്തു. ഇനി നമുക്ക് മ്യൂസിയത്തിനകത്തേക്ക് കിടക്കാം. അപ്പൊ മ്യൂസിയത്തിനകത്തേക്ക് കിടക്കുന്ന വാതിലിന് സൈഡിലായിട്ട് ഈ ചുമർ ചിത്രം കണ്ടോ. ആനപിടുത്തത്തിൻ്റെ ഒക്കെ കഥ പറയുന്ന നല്ല മനോഹരമായിട്ടൊരു ചുമർ ചിത്രമൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി ഈ ചുമർ ചിത്രം. അപ്പോൾ ഇനി ഏതായാലും ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് കിടന്ന് അകത്തെ കാഴ്ചകളിലേക്ക് പോവാം. മ്യൂസിയത്തിന്റെ മുമ്പിൽ നമ്മളെ സ്വാഗതം ചെയ്ത് കുട്ടിക്കൊമ്പനാണെങ്കിൽ അകത്ത് ഒരു കരിവീരൻ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. മച്ചന്മാരെ ഈ കാണുന്നത് കണ്ടോ, മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ച് ഡാർവിന്റെ സിദ്ധാന്തം നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ആനയുടെ പരിണാമത്തിന്റെ ഓരോ ഘട്ടങ്ങളും കാണിച്ചേക്കാണ് ഇവിടെ കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, ഏഷ്യൻ ആനയും ആഫ്രിക്കൻ ആനയും തമ്മിലുള്ള ഒരു സൈസിന്റെയും വെയിറ്റിന്റെയും ഒക്കെ കമ്പാരിസൺ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു മ്യൂസിയം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി അങ്ങോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. മച്ചന്മാരെ ഈ കാണുന്നത് ഒരു കാട്ടാനയെ വാരിക്കുഴി ഒരുക്കി പിടിച്ച് ആ കുങ്കിയാനകളുടെ സഹായത്തോടെ ചട്ടക്കൂടിനകത്തേക്ക് കയറ്റുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇവിടെ ഒരു മിനിയേച്ചറായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ആനപിടുത്തമൊക്കെ നിയമം മൂലമായിട്ട് നിരോധിച്ചിരിക്കുന്ന കാലത്ത് ഇനി ഒരു പക്ഷെങ്കിൽ നമുക്ക് ഇതൊന്നും നേരിട്ട് പോയി കാണാനും അനുഭവിക്കാനും ഒക്കത്തില്ലെങ്കിലും ഈ മിനിയേച്ചർ വളരെ മനോഹരമായിട്ടും ഡീറ്റെയിൽ ആയിട്ടും കൊടുത്തേക്കുന്നത് കാരണം സ്കൂൾ കുട്ടികൾക്ക് പോലും ഒരു ഗൈഡിന്റെ സഹായം ഇല്ലാതെ മനസ്സിലാക്കാനും കണ്ടറിയാനും സഹായിക്കും. ഇത് മാത്രമല്ല കേട്ടോ, ആനയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മ്യൂസിയത്തിൽ കൊടുത്തിട്ടുണ്ട്. ആനപ്രേമികൾക്കും അല്ലെങ്കിൽ ആനയെക്കുറിച്ച് പഠിക്കുന്നവർക്കും വളരെ സഹായപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ആനയെ ചട്ടം പഠിപ്പിക്കാൻ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന പല ആയുധങ്ങളും ഇവിടെ കാണിച്ചിട്ടുണ്ട്. തോട്ടി മാത്രമല്ല കേട്ടോ, അന്ന് ആനയെ ടോർച്ചർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന പല പല സ്പൈക്സും ഉണ്ട്. ഈ കാണുന്ന ആനയുടെ പല്ലാണ് കേട്ടോ. ഒരു ആനയുടെ പല്ല് ഇത്രമാത്രം വലുതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതുപോലെ ആനയുടെ മുട്ടിൻ്റെ ചിരട്ട കണ്ടോ. ഈ ആയുധങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തും വേണ്ടി ടോർച്ചറിൽ കൂടെ കടന്നുപോയാണ് കാട്ടാന നാട്ടാന എന്നുള്ള ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തുന്നതെന്ന്. ഇതൊന്നും പോരാ, നിങ്ങൾക്ക് ആനയുടെ യഥാർത്ഥ അസ്ഥികൂടം കാണണോ? ഈ കാണുന്നതാണ് നമ്മുടെ ഏഷ്യൻ ആനയുടെ യഥാർത്ഥ അസ്ഥികൂടം. തലയോട്ടിയുടെ പല ഭാഗങ്ങളും കാണുമ്പോൾ എനിക്ക് മനുഷ്യന്റെ തലയോട്ടിയോട് സാമ്യമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കും ഉണ്ടോ? ഏതായാലും ഇതൊരു അപൂർവ കാഴ്ച തന്നെയാണ് കേട്ടോ.
ഇനി നമ്മൾ നമ്മുടെ കോന്നി എലിഫന്റ് മ്യൂസിയത്തിന്റെ അവസാന ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടോ. മുമ്പേ നമ്മൾ ആനയെ ചട്ടം പഠിപ്പിക്കുന്നതിന്റെ മോഡലാണ് കണ്ടതെങ്കിൽ ഇത് പഴയ ഒരു കൂപ്പിലെ പണികളുടെ മോഡലാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതോടൊപ്പം ഈ ചുമരിൽ ഒട്ടിച്ചേക്കുന്നത് കണ്ടില്ലേ, ശിലായുഗം തൊട്ട് കോയിനുകളിലൊക്കെ ആനയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തതിന്റെ ഒരു ഫോട്ടോയാണ്. മാത്രമല്ല പല രാജ്യങ്ങളുടെ ആനയുടെ ചിത്രം അടങ്ങിയ സ്റ്റാമ്പും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എലിഫന്റ് മ്യൂസിയത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. പ്രകൃതി നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്നാണ് ഇതിന് പേരിട്ടേക്കുന്നത്. വനത്തിലുള്ള ഓരോ മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ നമ്മളെ കേൾപ്പിക്കുകയാണ്. ആ ശബ്ദങ്ങൾ കേൾക്കുന്നതിന്റെ അനുസരിച്ച് അത് ഏത് മൃഗത്തിന്റെ അല്ലെങ്കിൽ ഏത് പക്ഷിയുടെ ആണോ അതിന് ചുറ്റും ലൈറ്റ് തെളിയും. നമുക്ക് ഓരോ മൃഗങ്ങളുടെയും സൗണ്ട് തിരിച്ചറിയാൻ നല്ലൊരു ഉപാധിയായിട്ട് എനിക്കത് തോന്നി. ഏതായാലും ഇതൊരു നല്ല ഇൻവെൻഷനായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല സെറ്റപ്പായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പം ചങ്ങായിമാരെ, നമ്മൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം കണ്ടു. ഇനിയിപ്പം അവസാനമായിട്ട് നമ്മൾ ഈ ചിൽഡ്രൻസ് പാർക്കിൽ വന്നിരുന്ന ഷോണൂട്ടൻ്റെ കൂടെ കുറച്ചു നേരം കളിച്ചു. ഇനി നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ. വിനോദം മാത്രമല്ല, വിജ്ഞാനം കൂടെ പ്രതീക്ഷിച്ച് വരുന്നവർക്ക്, ആനപ്രേമികൾക്ക്, ആനപ്രാന്തന്മാർക്ക് ബെസ്റ്റ് സ്പോട്ടാണ്. എല്ലാവരും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ്. കാല് പൊക്കി വെക്കും, മൂത്ത് വെക്കും. വാവോ ചോണോട്ടൻ വാവോ ചോണു വാവോ. ഇഷ്ടപ്പെട്ടോ? അപ്പം മച്ചാന്മാരെ, നമ്മുടെ ഫാമിലി ആയിട്ട് വന്ന ട്രിപ്പ് വളരെ ഇഷ്ടപ്പെട്ടു. ആനക്കൂടിന്റെയും അതുപോലെ തന്നെ മ്യൂസിയത്തിന്റേതും ആർട്ട് ഗാലറിയുടെയും എല്ലാം കാഴ്ചകൾ നിങ്ങൾ കണ്ടു. ആനകളുടെ കാഴ്ചകളൊക്കെ കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആണ്. ഓരോരുത്തരുടെ ടേസ്റ്റ് അല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പറയുക. അപ്പം കുറേ വർഷങ്ങൾ കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോഴാണ് നമുക്കത് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് വഴി അറിയിക്കുക. ഏതായാലും പുതിയൊരു വീഡിയോയുമായി കാണും വരെ, ഇറ്റ്സ് മീ ശോഭനസ് മാത്യു സൈനിങ് ഓഫ് ഫ്രം കോന്നി. ടാറ്റ, ബൈ ബൈ.